നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വിവിധ പാർട്ടികളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞ് പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ് ഒരാൾ. പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, കേരള കോൺഗ്രസ് എമ്മിൻ്റെ തോമസ് ചാഴികാടനെ പറ്റിയാണ്. കോട്ടയത്ത് UDF ടിക്കറ്റിൽ 2019 മത്സരിച്ച ചാഴികാടൻ ഇത്തവണ LDF സ്ഥാനാർത്ഥിയായാണ് പോരിന് ഇറങ്ങുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഫ്രാൻസിസ് ജോർജാകും UDF സ്ഥാനാർത്ഥി. BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിക്കാണ് NDAയിൽ കൂടുതൽ സാധ്യത. ഇലക്ഷൻ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും കിരൺ ബാബുവാണ് ചേരുന്നത്. കിരൺ, ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആര് എന്ന് സംബന്ധിച്ച ഒരു കൃത്യമായ ചിത്രം ആയിട്ടില്ല. പക്ഷേ കോട്ടയത്ത് സാഹചര്യം മറ്റൊന്നാണ്. കോട്ടയത്ത് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട് എങ്കിൽ പോലും സ്ഥാനാർത്ഥി ചിത്രം ഏതാണ്ട് വ്യക്തമാണ്. ആദ്യം തന്നെ ചിത്രം തെളിയുന്നത് കോട്ടയത്താണ്. അഭിലാഷ്, എന്തായാലും നമുക്ക് ഇങ്ങനെ ഈ ചിത്രം ഈ തരത്തിൽ തന്നെ ആണെങ്കിൽ ഇവിടുന്ന് ചാഴികാടൻ LDF സ്ഥാനാർത്ഥിയായി വരുന്നു, UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജും വരുന്നു, NDA സ്ഥാനാർത്ഥിയായിട്ട് പുതുതായി ഇത്തവണ അത് BDJS നൽകുകയും അവിടെ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു ചിത്രം വരുന്നതെങ്കിൽ LDF UDF സ്ഥാനാർത്ഥിയല്ല. 3 മാസം മുമ്പ് തന്നെ നമ്മൾ ഈ സ്ഥാനാർത്ഥി ആരാവും സ്ഥാനാർത്ഥി എന്ന ഈ ഇലക്ഷൻ ചാനൽ തന്നെ പരിശോധിച്ച സമയത്തും നമ്മൾ രണ്ട് മുന്നണിക്കും പ്രാധാന്യം കൊടുത്തിരുന്ന 2 പേരുകൾ തന്നെ വരുന്നു എന്നൊരു സന്തോഷം കൂടിയുണ്ട്. എന്തായാലും കോട്ടയത്തെ സംബന്ധിച്ച് കോട്ടയത്തിന് കഴിഞ്ഞ 1977 കോട്ടയത്ത് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസുകൾ തമ്മിൽ ഒരു മത്സരമുണ്ടായത്. കോട്ടയം കേരള കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്, സ്ഥലമാണ് എന്നൊക്കെ പലപ്പോഴും പറയുന്നെങ്കിലും അങ്ങനെ കേരള കോൺഗ്രസുകളെക്കാൾ പഴയ കോട്ടയത്തിൻ്റെ രൂപം മാറി വന്ന ശേഷമാണ് 2004 മണ്ഡല പുനഃസംഘടനയ്ക്ക് ശേഷമാണ് കോട്ടയത്തിന് കേരള കോൺഗ്രസിന് അത്തരത്തിലേക്ക് ഒരു ശക്തിയൊക്കെ വന്നത്. പഴയ മൂവാറ്റുപുഴയായിരുന്നു കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം. 77 കേരള കോൺഗ്രസും അതോടൊപ്പം തന്നെ മറുഭാഗത്ത് കേരള കോൺഗ്രസിലെ ബാലകൃഷ്ണനുള്ള വിഭാഗവും തമ്മിലാണ് മത്സരം നടന്നത്. അന്ന് സ്കറിയ തോമസും വർക്കി ജോർജും തമ്മിലായിരുന്നു മത്സരം ഉണ്ടായത്. അന്ന് സ്കറിയ തോമസ് ആണ് ജയിച്ചത്. അതിനുശേഷം 84 മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും സ്കറിയ തോമസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അന്നാണ് കോട്ടയം കണ്ട ഏറ്റവും കടുത്ത മത്സരം, അല്ലെങ്കിൽ ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ മത്സരം എന്നൊക്കെ പറയുന്ന സുരേഷ് കുറുപ്പിനെ പോലെ ഒരു ചെറുപ്പക്കാരനായ നേതാവിനെ അവതരിപ്പിക്കുന്നു. അങ്ങനെ സുരേഷ് കുറുപ്പിനെ നേതാവ് വന്നുകൊണ്ട് കോട്ടയം പിടിച്ചെടുക്കുന്നു, കേരള കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചെടുക്കുന്നു. അതിനുശേഷം പിന്നീട് 89 അതേ സുരേഷ് കുറുപ്പിനെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസിലെ രമേശ് ചെന്നിത്തല ആ മണ്ഡലം തിരിച്ചുപിടിക്കുന്നു, കോൺഗ്രസിൻ്റെ പക്കലേക്ക് കൊണ്ടുവരുന്നു മണ്ഡലം. 91-ലും 96-ലും രമേശ് ചെന്നിത്തല തന്നെയാണ് ജയിച്ചത്. അന്ന് 2 തവണയും കോൺഗ്രസ് രമേശ് ചെന്നിത്തലയ്ക്ക് എതിരാളിയായി കിട്ടിയത് ജനതാദളായിരുന്നു. അത് തമ്പാൻ തോമസും ജയലക്ഷ്മിയുമായിരുന്നു. സ്വാഭാവികമായും ദുർബലരായ എതിരാളികളായിരുന്നു. അതിനുശേഷം വീണ്ടും സുരേഷ് കുറുപ്പ് വരുന്നു. സുരേഷ് കുറുപ്പ് വന്നതിന് ശേഷമാണ് 98-ൽ സുരേഷ് കുറുപ്പ് രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അവിടെ സുരേഷ് കുറുപ്പ് വിജയിക്കുന്നു. അതിനുശേഷം സുരേഷ് കുറുപ്പിന് തൊട്ടടുത്ത തവണ PC ചാക്കോ ആയിരുന്നു 99-ൽ എതിരാളിയായി വന്നത്. ആ തവണയും സുരേഷ് കുറുപ്പ് ജയിക്കുന്നു. അതിൻ്റെ അടുത്ത തവണ ആൻ്റോ ആൻ്റണി, കോൺഗ്രസിൽ നിന്ന് DCC പ്രസിഡൻ്റൊക്കെ ആയിരുന്നു ആൻ്റോ ആൻ്റണി, കോൺഗ്രസിൽ നിന്ന് വരുന്നു. അവിടെയും സുരേഷ് കുറുപ്പിന് വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ സുരേഷ് കുറുപ്പിന് പരാജയം സംഭവിച്ചത് 2009-ലാണ്. 2009-ൽ ജോസ് കെ മാണി മത്സരിക്കുമ്പോൾ ജോസ് കെ മാണി അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അങ്ങനെ ജോസ് കെ മാണി അവിടെ വിജയിക്കുന്നു. അതിൻ്റെ അടുത്ത തവണയും ജോസ് കെ മാണി തന്നെയാണ് വിജയിക്കുന്നത്. കഴിഞ്ഞ തവണ അവിടെ തോമസ് ചാഴികാടൻ ജയിക്കുന്നു. ജോസ് കെ മാണി കഴിഞ്ഞ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു. അവിടെ നിന്ന് രാജിവെച്ച് രാജ്യസഭാംഗമാകുമ്പോഴും തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല, ഉപതെരഞ്ഞെടുപ്പ് വന്നിരുന്നില്ല, കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ തവണത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, കഴിഞ്ഞ തവണ മത്സരിച്ച തോമസ് ചാഴികാടൻ മത്സരിച്ചത് UDFന് വേണ്ടിയാണ്. സ്വാഭാവികമായും അവിടെ വിജയിച്ചിട്ടുള്ള LDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരേ ഒരാൾ മാത്രമാണ്, അത് സുരേഷ് കുറുപ്പാണ്. സുരേഷ് കുറുപ്പ് ജയിച്ചു എന്ന് പറഞ്ഞാൽ സുരേഷ് കുറുപ്പിന് LDFന്റെ വോട്ട് മാത്രം കൊണ്ട് ജയിക്കുന്ന ഒരാളല്ല. സുരേഷ് കുറുപ്പിനെ സംബന്ധിച്ച് കോട്ടയത്തിൻ്റെ അഭിലാഷം അറിയാമല്ലോ, പ്രത്യേകിച്ച് തന്നെ കോട്ടയത്തിൻ്റെ ഒരു ജാതിമത ഇക്വേഷനുകളെല്ലാം ഉണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട സഭകളുമായിട്ടെല്ലാം നല്ല ബന്ധത്തിലുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് കുറുപ്പ്. അങ്ങനെ രാഷ്ട്രീയമായി തന്നെ ഒരു പൊതു സ്വീകാര്യൻ എന്നൊരു
പ്രതിച്ഛായുള്ളയാളാണ്. പ്രത്യേകിച്ച് NSSന്റെ നല്ല ബന്ധം, SNDPയുമായി നല്ല ബന്ധം, സഭകൾ, അതോടൊപ്പം തന്നെ SNDP, NSS 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങൾക്കാണ് കോട്ടയത്ത് വലിയ തോതിൽ വോട്ടിംഗ് അങ്ങനെ ഒരു ശേഷിയും ഒക്കെ ഉള്ളത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ നിൽക്കാൻ കഴിയുന്നത്. ഈ 3 വിഭാഗങ്ങളുമായും വളരെ നല്ല ബന്ധമുള്ള ഒരു കാൻഡിഡേറ്റ് എന്ന നിലയ്ക്കാണ് LDF സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് സുരേഷ് കുറുപ്പിന് ജയിച്ചത്. കഴിഞ്ഞ തവണ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് VN വാസവനാണ്. അതേ VN വാസവനാണ് ഇത്തവണ വാസവനെ തോൽപ്പിച്ച തോമസ് ചാഴിക്കാടിന് വേണ്ടി ജില്ലയുടെ ചുമതലയുള്ള LDFിലെ മന്ത്രി. അങ്ങനെ ഈ തവണ VN വാസവന്റെ നേതൃത്വത്തിൽ തോമസ് ചാഴിക്കാടൻ ഒരു ഭാഗത്ത് മത്സരിക്കുന്നു. അപ്പോൾ മറുഭാഗത്ത് ഫ്രാൻസിസ് ജോർജ് എത്തുകയാണ്. ഫ്രാൻസിസ് ജോർജ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും എന്തെല്ലാം പ്ലസ് പോയിന്റുകളാണോ തോമസ് ചാഴിക്കാടിനുള്ളത് അതേ പ്ലസ് പോയിന്റുകളെല്ലാം ഉള്ള നേതാവ് തന്നെയാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ സ്ഥാപകനായ KM ജോർജിൻ്റെ മകൻ എന്നുള്ള പ്രത്യേകതയുണ്ട്. സൗമ്യനായ ഒരാളാണ്. ഇതുവരെയും അഴിമതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അത് തോമസ് ചാഴിക്കാടിനായാലും അങ്ങനെ ഒരു അഴിമതി ആരോപണം ഒന്നുമില്ല. ഫ്രാൻസിസ് ജോർജും ഈ തോമസ് ചാഴിക്കാടിനേക്കാൾ അല്ലെങ്കിൽ ഒരു പടി കൂടി കടക്കുന്നു, അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നതുമായ ഒരു സൗമ്യമായ മുഖം. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ 2 മാന്യന്മാരായ 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന നിലയ്ക്ക് കൂടിയുള്ള പ്രത്യേകത കൂടിയുണ്ട്. 2 കേരള കോൺഗ്രസുകൾക്കും ഇത് നിർണായകമാണ്. ഒപ്പം കോൺഗ്രസിനും ഇത് ഏറ്റവും നിർണായകമാണ്. ഒരു തരത്തിൽ ഫ്രാൻസിസ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്കൊക്കെ എത്തപ്പെട്ടത് ജില്ലയിലെ കോൺഗ്രസുകാർക്ക് കൂടി ഒരു താല്പര്യമുണ്ടായിരുന്നു. ഞങ്ങളെ കഴിഞ്ഞ തവണ ചതിച്ച, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവർ ആ തരത്തിലേക്ക് വലിയ വാക്പോരൊക്കെ നടക്കുന്നത് കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും തമ്മിലാണ്. ജോസ് കെ മാണിയും കോൺഗ്രസിന്റെ അവിടുത്തെ നേതാക്കളും തമ്മിലാണ്. ഇത്തവണ തിരിച്ചു പിടിക്കണം, അതിനുവേണ്ടി ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ളൊരു നിർദ്ദേശമാണ്. ഇങ്ങനെ പരോക്ഷമായി ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് ജോർജിന്റെ പേരടക്കം പരോക്ഷമായി വെക്കുകയും ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്ന മാനദണ്ഡം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മുന്നിൽ വെക്കുകയും ഒക്കെ ചെയ്തതിൽ ജില്ലയിലെ കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. ജില്ലയിലെ കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ഇത്തവണ സാധാരണഗതിയിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ അവിടെ കേരള കോൺഗ്രസും മത്സരിക്കുമ്പോൾ പരസ്പരം കാലുവാരുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തവണ അങ്ങനെ ഒരു ഐക്യം കൂടി ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സരം കൂടുതൽ തീവാർന്ന മത്സരമായി മാറും. അവിടെ തുഷാർ വെള്ളാപ്പള്ളി കൂടി ആ സ്ഥലത്തേക്ക് BJP മാറിയിട്ട് BDJ സ്ഥാനാർത്ഥി കൂടി വരുന്നു. തീർച്ചയായും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തോമസ് ചാഴികാടൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അടക്കം അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തതാണ്. നമുക്ക് ആ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നാണ് ഇനി പരിശോധിക്കേണ്ടത്. ഇലക്ഷൻ ചാനലിന്റെ വീഡിയോ വാളിൽ ഇപ്പോൾ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ, UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്, NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി, ഇങ്ങനെ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് മണ്ഡലം എത്തും എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും. അഭിലാഷ്, ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നു കേരളത്തിലെ 3 ഇതിലെ പ്രഖ്യാപനം വന്നത് തോമസ് ചാഴികാടൻ്റെ മാത്രമാണ്. ഫ്രാൻസിസ് ജോർജിൻ്റെ കാര്യത്തിൽ ഏകദേശം ഉറപ്പായി എന്ന് തന്നെ പറയാം. ഇനി വലിയ അട്ടിമറികളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജ് തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടും. അത് കേരള കോൺഗ്രസിലും ജോസഫ് വിഭാഗത്തിലും, അതോടൊപ്പം തന്നെ ജോസഫ് വിഭാഗത്തിന് ഇപ്പോൾ കേരള കോൺഗ്രസ് എന്ന ബ്രാക്കറ്റ് ഇല്ലാത്ത പേരുള്ളത് ജോസഫ് വിഭാഗത്തിനാണ്. ആ പാർട്ടിയിലും അതോടൊപ്പം തന്നെ കോൺഗ്രസിലും UDFിലും ഒക്കെ അത്തരമൊരു ധാരണ എത്തിയിട്ടുണ്ട്. മറ്റൊന്ന് NDAയിലാണ്. NDAയിൽ കഴിഞ്ഞ തവണ വരെ BJP മത്സരിച്ചിരുന്നതാണ്. കഴിഞ്ഞ തവണ BJPക്ക് വേണ്ടി മത്സരിച്ചിരുന്ന PC തോമസ് ആണ് ഏറ്റവും വലിയ NDAയുടെ ഏറ്റവും വലിയ റെക്കോർഡ് നേട്ടം കൈവരിച്ചത്. നേരത്തെ 34,000 44,000 ഒക്കെ വോട്ട് മാത്രമുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ തവണ 1.5 ലക്ഷത്തിന് മേൽ വോട്ട് നേടിയാണ് PC തോമസ് 3ാം സ്ഥാനത്താണെങ്കിൽ 1,10,000 വോട്ട് ഒരു മുന്നണിക്ക് അധികമായി നേടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ PC തോമസിന്റെ മറ്റൊരു പ്രത്യേകത കൂടി ആലോചിക്കണം. കേരളത്തിൽ NDAയുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് മത്സരിച്ച് 2 മുന്നണികളെയും പരാജയപ്പെടുത്തി MP ആയ ഒരു ആൾ കൂടിയാണ്. പക്ഷേ അന്ന് മൂവാറ്റുപുഴയായിരുന്നു. പക്ഷേ ആ മൂവാറ്റുപുഴയുടെ ഒരു ഭാഗം ഇപ്പോൾ ഈ പറയുന്ന കോട്ടയത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും PC തോമസിനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഏറെ ജനകീയനായ ഒരു നേതാവ് കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ തവണ NDAക്ക് മത്സരിച്ച ഒരാളെ ഇത്തവണ UDFിന് വേണ്ടി മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. പിന്നെ കുറെ കൂടി സ്വീകാര്യനായ ഒരാൾ എന്ന നിലയ്ക്കാണ് ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ച് ഇടുക്കിയിൽ 2 തവണ MP ആയി. അതിനുശേഷം ഇടുക്കിയിൽ 2 തവണ മത്സരിച്ചു. ഒരു തവണ ഇടുക്കിയിൽ 2 തവണയും മത്സരിച്ച എതിരാളി റോഷി അഗസ്റ്റിനായിരുന്നു. ആദ്യ തവണ റോഷി അഗസ്റ്റിൻ UDFിലും ഫ്രാൻസിസ് ജോർജ് LDFിലുമായിരുന്നു. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഭാഗമായി. 2ാം തവണ ഫ്രാൻസിസ് ജോർജ് UDFിലും റോഷി അഗസ്റ്റിൻ LDFിലും വന്നു. രണ്ടുപേരും സ്ഥാനാർത്ഥികൾ മാറിയില്ല. പക്ഷേ സ്ഥാനാർത്ഥികളുടെ മുന്നണി മാറുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ 2 തവണയും അവിടെ ജയിച്ചത് റോഷി അഗസ്റ്റിനാണ്. വീണ്ടും ഒരു ലോക്സഭാ പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ് ഫ്രാൻസിസ് ജോർജ്. അത് കോട്ടയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് UDFിനെ സംബന്ധിച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. ഒരു പൊതു സ്വീകാര്യതയൊക്കെ ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് KM ജോർജിന്റെ മകൻ കോട്ടയത്തേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊതു കേരള കോൺഗ്രസ് വികാരം കൂടി അദ്ദേഹം അനുകൂലമാകും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി എന്തായാലും അവർക്ക്. തീർച്ചയായും അവിടെ 2 കേരള കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഒട്ടേറെ സാമ്യതകളും ഇവർ തമ്മിലുള്ള പോരാട്ടത്തിനുണ്ട്. ഇരുവരും ഇതിനു മുമ്പ് 7 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് എന്നതാണ്. ഈ തോമസ് ചാഴികാടൻ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നൽകിയൊരു മറുപടി അത് ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരിക്കൽ പോലും എൻ്റെ പാർട്ടി മാറിയിട്ടില്ല,
എൻ്റെ രാഷ്ട്രീയം ആരംഭിച്ചത് എവിടെ നിന്നാണോ ആ പാർട്ടിയിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ മത്സരിക്കുന്നു, എൻ്റെ ചിഹ്നത്തിൽ മാറ്റമില്ല. പക്ഷേ ഫ്രാൻസിസ് ജോർജിനെ ഉദ്ദേശിച്ചാണത് പറഞ്ഞത്. ഇവിടെ കിരൺ നേരത്തെ സൂചിപ്പിച്ചു, അദ്ദേഹം ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് എന്ന് പറയുമ്പോൾ ഈ 2009 ശേഷം 4 തവണ പാർട്ടി മാറുകയും മുന്നണി മാറുകയും ഇടയ്ക്കൊരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്തിരുന്നു ഫ്രാൻസിസ് ജോർജ് എന്നതാണ്. അതാണ് അദ്ദേഹം ട്രോൾ ചെയ്തത് എന്ന് തോന്നുന്നു. അതുതന്നെയാണ് അഭിലാഷ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ച് ഈ KM ജോർജിന്റെ മകനാണെങ്കിൽ പോലും കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാര്യമായ രീതിയിൽ ഇടുക്കിയിൽ 2 തവണ ജയിച്ചു എന്നതിനപ്പുറത്തേക്ക് പിന്നീട് ആ തരത്തിലേക്കുള്ള ഒരു അംഗീകാരം കിട്ടില്ല. അദ്ദേഹത്തിന്റെ പാർട്ടി LDF-ൽ വന്ന് മത്സരിച്ചപ്പോൾ 5 സീറ്റും പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക്. പക്ഷേ ചാഴിക്കാടൻ 5 തവണ വിജയിച്ചു. ചാഴിക്കാടനെ സംബന്ധിച്ച് ഏറ്റുമാനൂരിൽ മത്സരിച്ച് തുടർച്ചയായി അദ്ദേഹം ജയിച്ചാണ്. അദ്ദേഹം സുരേഷ് കുറുപ്പിനോടാണ് അവസാനത്തെ തവണ പരാജയപ്പെട്ടത്. പക്ഷേ രണ്ടുപേരുടെ തമ്മിൽ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഈ രണ്ടുപേരും ഞാൻ പറഞ്ഞില്ല, പൊതുവെ രണ്ടുപേരും അഴിമതിക്കാരെന്ന ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ളവരല്ല. രണ്ടുപേരും സൗമ്യരായ മനുഷ്യരാണ്. രണ്ടുപേർക്കും ഈ പ്രധാനപ്പെട്ട സഭകളുമായി മറ്റുള്ളവരുമായി നല്ല ബന്ധമുള്ള രണ്ടുപേർ കൂടിയാണ്. പക്ഷേ ഒരു പ്രത്യേകത തോമസ് ചാഴിക്കാടനെ സംബന്ധിച്ചിടത്തോളം, തോമസ് ചാഴിക്കാടന്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരവ് തന്നെ ബാബു ചാഴിക്കാടൻ അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തുറന്ന ജീപ്പിൽ വെച്ച് ഇടിമിന്നലേറ്റ് മരണം ഉണ്ടായതാണ്. ആ സമയത്താണ് അദ്ദേഹം രാഷ്ട്രീയത്തിലില്ലായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും ഒക്കെ ചെയ്ത് അതിനുശേഷം തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് ജയമായിരുന്നു. അദ്ദേഹം അവസാനം പരാജയപ്പെട്ടപ്പോൾ തൊട്ടടുത്ത തവണ തന്നെ ആ പരാജയത്തിന് തൊട്ടു പിന്നാലെ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാവുകയാണ്. അദ്ദേഹത്തിന് എവിടെയെങ്കിലും അങ്ങനെ അത്തരത്തിലേക്ക് ഒരു കാര്യമായ ഒരു ചെറിയ തിരിച്ചടി നിയമസഭയിലേക്ക് ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹത്തിന് അടുത്ത അവസരം നൽകി പാർട്ടി ആ തരത്തിലേക്കൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു. തോമസ് ചാഴിക്കാടൻ എപ്പോഴും 2ാം നിരയിൽ നിന്ന ഒരു നേതാവാണ്. ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ച് ഫ്രാൻസിസ് ജോർജ് അങ്ങനെയല്ല. എപ്പോഴും തുടക്കത്തിൽ മുതൽ തന്നെ ആ പാർട്ടിയുടെയൊക്കെ ഏത് പാർട്ടിയിൽ നിന്നപ്പോഴും അദ്ദേഹം മുൻനിരയിൽ നിന്ന ഒരു നേതാവ് കൂടിയാണ്. അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടി, അത്തരം തിരിച്ചടികൾ കൂടി നേരിട്ട് വന്ന ആൾ എന്നതുകൂടി അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇത് കൃത്യമായ ട്രോള് തന്നെയാണ്. അദ്ദേഹത്തിന് പലതവണ പാർട്ടി മാറേണ്ടി വന്നു. തോമസ് ചാഴിക്കാടനെ സംബന്ധിച്ച് അങ്ങനെ ഇതുവരെ പാർട്ടി മാറേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. മറ്റൊന്നുകൂടി തോമസ് ചാഴിക്കാടൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട വാദങ്ങൾ എന്ന് പറയുന്നത് തോമസ് ചാഴിക്കാടനും CPM ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഉണ്ടായിരുന്ന ഒരു വലിയ മേൽക്കൈ, കോട്ടയം ജില്ലയിൽ എല്ലാ കാലത്തും UDF-ന് ഉണ്ടായിരുന്ന ഒരു മേൽക്കൈയാണ്. ആ UDF-ന് ഉണ്ടായിരുന്ന മേൽക്കൈയാണ് അപ്പാടെ UDF-ന് ഉണ്ടായിരുന്ന 50 എന്ന് പറയുന്നത് നേരെ LDF-ലേക്ക് വരികയായിരുന്നു. എങ്ങനെയായിരുന്നോ കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നപ്പോൾ, കേരള കോൺഗ്രസ് M ഉണ്ടായിരുന്നപ്പോൾ UDF-ന് വിജയം നേടാൻ കഴിഞ്ഞത്, അതിന് ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിലായാലും ഗ്രാമപഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പിലായാലും ജില്ലാ പഞ്ചായത്തിലായാലും അവിടെയെല്ലാം വലിയ വിജയമാണ് നേടിയത്. പക്ഷേ മറുപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, നിയമസഭയിലേക്ക് നിങ്ങൾ യോജിച്ച് മത്സരിച്ചിട്ട് പാലയിലടക്കം ജയിക്കാൻ കഴിഞ്ഞില്ല, അവിടെ പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ തോമസ് ചാഴിക്കാടന് മത്സരത്തിൽ ആകെപ്പാട് ഭൂരിപക്ഷം ഒരിടത്ത് മാത്രമാണ് VN വാസവന്, വൈക്കത്ത് മാത്രമാണ് VN വാസവന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. പക്ഷേ നിയമസഭയിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് കരുതുന്ന കേരള കോൺഗ്രസ് M LDF-ൽ വന്നിട്ടും വൈക്കവും ഏറ്റുമാനൂരും മാത്രമാണ് പിടിക്കാൻ കഴിഞ്ഞത്. കാര്യമായി മറ്റെവിടെയും അത് രണ്ടും അങ്ങനെ UDF മണ്ഡലം എന്നൊന്നും പറയാൻ കഴിയുന്ന മണ്ഡലങ്ങളല്ല. LDF-ന് കൂടി സ്വാധീനമുള്ള LDF കൂടി ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. സുരേഷ് കുറുപ്പാണ് പ്രത്യേകിച്ച് അവിടെ മത്സരിച്ചതെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അല്ലാതെ അതിനപ്പുറത്തേക്ക് നിയമസഭയിൽ അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങൾ അങ്ങനെയല്ല, വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഏതാവും ഇവിടെ പ്രതിഫലിക്കുക എന്നുള്ളത് പ്രധാനമാണ്. നിയമസഭയിലെ പാറ്റേൺ ആണോ, ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നതിലെ പാറ്റേൺ ആണോ, ഏത് പാറ്റേൺ ആണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രതികരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പ്രതിഫലിക്കുക എന്നുള്ളത് ഏറ്റവും നിർണായകവുമാണ്. എന്തായാലും അതോടൊപ്പം തന്നെയാണ് NDA സ്ഥാനാർത്ഥിയായുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ വരവ്. ഇത്തവണ തുഷാർ വെള്ളാപ്പള്ളി തന്നെയായിരിക്കും കോട്ടയത്ത് മത്സരിക്കുക എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. ഈ തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോൾ ആ വോട്ട് ഇപ്പോൾ നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. PC തോമസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കോട്ടയത്ത് നിന്ന് NDAക്ക് വേണ്ടി ഇതുവരെ അക്കൗണ്ടിൽ എത്തിച്ചിട്ടുള്ളത്. അത് ഏതാണ്ട് 1,55,000 എന്നുള്ളതാണ്. ആ പ്രത്യേകത എന്ത് എന്ന് കിരൺ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി PC-ക്ക് പകരം തുഷാർ വെള്ളാപ്പള്ളി കളത്തിലേക്ക് എത്തുമ്പോൾ ഏത് തരത്തിലായിരിക്കാം ചിത്രം മാറുന്നത്? അഭിലാഷ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. BJP ആണ് കഴിഞ്ഞ തവണ വരെ അവിടെ മത്സരിച്ചിരുന്നത്. BJPക്ക് വേണ്ടിയാണ് കഴിഞ്ഞ തവണ BJPയുടെ സീറ്റായിരുന്നു. BJP അക്കൗണ്ടിൽ തന്നെയാണ് PC തോമസിനെ ആയാലും അവർ NDAയുടെ ഭാഗമായി നിർത്തിക്കൊണ്ട് മത്സരിപ്പിച്ചത്. ഇത്തവണ അവർ തുഷാർ വെള്ളാപ്പള്ളിക്ക് വരുന്ന വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അവിടെ BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം. രാഹുൽ ഗാന്ധി അങ്ങനെ അനായാസം ജയിച്ചു പോകേണ്ടതില്ല. അവിടെ BJP കൂടി കളത്തിൽ ഇറങ്ങുകയാണ് എന്നൊരു മട്ടിൽ അത്തരം ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ വേണ്ടിയാണ് വയനാട് ഏറ്റെടുത്തുകൊണ്ട് ഈ കോട്ടയം ഇവർക്ക് നൽകാൻ BDJS നൽകാൻ തീരുമാനമെടുത്തത്. BDJSന് സ്വാഭാവികമായും കോട്ടയത്തേക്കാൾ താല്പര്യം ഉണ്ടായിരുന്നത് ഇടുക്കി ജില്ലയാണ്. ഈ കോട്ടയം ജില്ലയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത
എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ തവണ PC തോമസ് കിട്ടിയ വോട്ട് കണക്ക് കൂട്ടിക്കൊണ്ട് അത് NDAയുടെ വോട്ടാണ് എന്നൊന്നും കണക്കാക്കാൻ കഴിയില്ല. വ്യക്തിപരമായി തന്നെ നിരവധി വോട്ടുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു നേതാവാണ് PC തോമസ്. അദ്ദേഹത്തിന്റെ ആ സ്വാധീനം എന്തായാലും NDAയുടെ ഒരു സ്വാധീനമായ കണക്കാക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊന്നും BJPക്ക് ആ വോട്ടിന്റെ അടുത്തൊന്നും എത്താൻ കഴിഞ്ഞില്ല. BJP വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോവുകയായിരുന്നു. അവിടെയാണ് അവർ ഒരു വലിയ പരീക്ഷണം നടത്തുന്നത്. കാരണം കോട്ടയം ജില്ലയെ സംബന്ധിച്ച് കോട്ടയത്ത് SNDP വോട്ടുകൾ വളരെ നിർണായകമാണ്. കോട്ടയത്തെ താലൂക്ക് യൂണിയനിലൊക്കെ ഇതിന് മുന്നോടിയായി തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെയും K സുരേന്ദ്രനും കൂടി പങ്കെടുത്തുകൊണ്ട് താലൂക്ക് യൂണിയന്റെ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും ഈ കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോൾ രണ്ടു തരത്തിൽ വോട്ട് മാറാൻ സാധ്യതയുണ്ട്. NDAക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന NSS വോട്ടുകളുണ്ട്. നായർ വിഭാഗത്തിന്റെ വോട്ടിനകത്ത് ഒരു വിഭാഗം വോട്ടുകൾ സ്വാഭാവികമായും അത് തുഷാർ വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ വരുമ്പോൾ അല്ലെങ്കിൽ തന്നെ BJPയും NSSുമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ ഈഴവ നായർ തർക്കമൊക്കെ അതിനകത്ത് നിലനിൽക്കുന്ന ഒരു പാർട്ടി കൂടിയാണ്. അവിടുന്ന് ചില വോട്ടുകൾ കുറയാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായും ആ വോട്ടുകൾ അവർ നികത്താൻ ശ്രമിക്കുന്നത് ഈ SNDP വോട്ടുകളെ കൂടുതൽ സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ SNDPക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന കുറെ വോട്ടുകളെ അവർ അവിടെ ഒരു പോസിറ്റീവ് കാര്യമായി കാണുന്നത് മത്സരിക്കുന്നത് CPMന്റെ സ്ഥാനാർത്ഥിയല്ല, മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ്. ഇതുവരെയും മറുപക്ഷത്ത് നിന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ കുറച്ച് വോട്ടുകൾ കൂടി അവിടെ നിന്ന് ശേഖരിക്കാൻ കഴിയും എന്നവർ കരുതുന്നു. ഈ ഇവിടെ നിന്ന് പോകുന്ന NSS വോട്ട് NDAയുടെ NSS വോട്ട് പോവുകയാണെങ്കിൽ അതിൽ ഒരു വിഭാഗം പോവുകയാണെങ്കിൽ അത് സ്വാഭാവികമായും UDFനാവും കൂടുതൽ പ്രയോജനം ചെയ്യാനുള്ള സാധ്യത ഉള്ളത് എന്നുള്ളതുകൊണ്ട് അതോടൊപ്പം തന്നെ LDFന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും കാര്യമായ ഒരു വോട്ടിംഗ് ശതമാനമൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ വിഭാഗം വോട്ടെങ്കിലും NDAയിലേക്ക് വലിക്കാൻ കഴിഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോൾ വലിക്കാൻ കഴിഞ്ഞാൽ അവിടെയും സ്വാഭാവികമായും തിരിച്ചടി ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ളത്. ഇപ്പോഴത്തെ ഒരു ചിത്രമൊക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ LDFന് തന്നെയാണ് വോട്ട് കുറയാൻ സാധ്യതയുള്ളത്. അത് ഒരു പരോക്ഷമായി ചിലപ്പോൾ അതൊരു വലിയ ശതമാനമോ അല്ലെങ്കിൽ ചിലപ്പോൾ ജയപരാജയം നിശ്ചയിക്കുന്നൊന്നും ആവണം എന്നില്ല. പക്ഷെ ഒരു ചെറിയ ശതമാനമെങ്കിലും വോട്ടൊക്കെ നിർണായകമാകുന്ന ഒരു ഘട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഗുണമുണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ളത് UDFന് തന്നെയാണ്. അതായത് NDAയിൽ നിന്ന് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുള്ള വോട്ടുകളും UDFന്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് പോകാൻ സാധ്യത, കൂടുതൽ സാധ്യത സ്വാഭാവികമാണ്. അങ്ങനെ ഒരു NSS വോട്ടിന്റെ വരുന്ന ഒരു ഭാഗത്ത് നിന്ന് BJPക്ക് വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ NDAക്ക് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണെങ്കിൽ അവിടെ നിന്ന് എന്തായാലും ആ വോട്ട് കോൺഗ്രസിലേക്ക് വന്നാലും അത് ലെഫ്റ്റിലേക്ക് വരാനുള്ള സാധ്യത കുറെ കൂടി കുറവാണ്. അതൊക്കെ ചിലപ്പോൾ അനുകൂലമായി അവർക്ക് വരാൻ സാധ്യത. നമുക്ക് ഇനി വളരെ പെട്ടെന്ന് പരിശോധിക്കേണ്ടത് ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ചാണ്. അത് എടുത്തു പറയേണ്ടത് അതിൽ എറണാകുളം ജില്ലയിൽ പെടുന്ന പ്രദേശം കൂടി, അതായത് പിറവം പോലെയുള്ള മണ്ഡലം. പിറവം മണ്ഡലം എന്നത് എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. പക്ഷേ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ പിറവം കോട്ടയത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. പിറവം, വൈക്കം, കടുത്തുരുത്തി, പാല, പുതുപ്പള്ളി, ഏറ്റുമാനൂർ, കോട്ടയം എന്നിങ്ങനെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങൾ ആണ്. ഈ മണ്ഡലത്തിലെ പ്രകടനം വളരെ പെട്ടെന്ന് ഇങ്ങനെ വിലയിരുത്തി പോകാം. അഭിലാഷ, ഈ 7 മണ്ഡലങ്ങളുള്ളതിൽ കഴിഞ്ഞ തവണ വൈക്കത്ത് മാത്രമാണ് LDFന് VN വാസവന് ഭൂരിപക്ഷം ലഭിച്ചത്. VN വാസവന് കഴിഞ്ഞ തവണ 9,000 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായത്. പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CK ആശ മത്സരിച്ചപ്പോൾ അത് 29,000 വോട്ടിന്റെ ഭൂരിപക്ഷമായി അത് ഉയർത്താൻ കഴിഞ്ഞു. ഒരു തരത്തിൽ പറഞ്ഞാൽ LDFനെ സംബന്ധിച്ച് കുറെ കൂടി അനുകൂലമായി അവിടെ എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു വോട്ടിങ്ങിന്റെ എണ്ണത്തിലെ വർധനവ് വലിയ വർധനവ് കൂടിയാണ്. അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഇതുപോലെ 9,000 വോട്ടിന് ശിഷ്ട വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നതാണ് അവിടെ ചാഴികാടന്. പക്ഷേ അവിടെ സുരേഷ് കുറുപ്പ് വന്നപ്പോൾ സുരേഷ് കുറുപ്പിനെ ഏകദേശം 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അവിടെയും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 മണ്ഡലങ്ങളിലാണ് LDFനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുള്ളത്. വലിയ രീതിയിലുള്ള മാറ്റം ആ 2 മണ്ഡലങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള 5 മണ്ഡലങ്ങൾ, ഈ 5 മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് പിറവത്താണെങ്കിൽ 25,000-ഓളം പ്ലസ് വോട്ടിനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. പാലയിലാണെങ്കിൽ അത് 15,000 വോട്ടിനാണ് വിജയിക്കുന്നത്. കടുത്തുരുത്തിയിൽ അത് 4,000 വോട്ടിന് മാത്രമാണ് വിജയമുണ്ടായത്. കടുത്തുരുത്തി മാത്രമാണ് ഒരു വോട്ടിംഗ് ശതമാനത്തിൽ കുറഞ്ഞു നിൽക്കുന്ന ഒരു മോൻസിന്റെ മണ്ഡലത്തിൽ മാത്രമാണ് കുറഞ്ഞു നിൽക്കുന്നത്. കോട്ടയത്ത് അത് 19,000 ആണ് മണ്ഡലത്തിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDFന് നിൽക്കുന്നത്. പുതുപ്പള്ളിയിലാണ് ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷം. അത് ഉപതെരഞ്ഞെടുപ്പായിരുന്നു. ചാണ്ടി ഉമ്മൻ വന്നപ്പോഴേക്ക് അത് 38,000-ആയി വർദ്ധിച്ചു. അപ്പോൾ ആ കണക്കുകളൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ UDFന് അനുകൂലമായ കണക്കുകളാണ് നിലവിൽ. എന്തായാലും എടുത്തു പറയേണ്ടത് ഏറ്റവും LDFന് അനുകൂലമായ ഒരു തരംഗമുള്ള തെരഞ്ഞെടുപ്പിലാണ് എന്നുകൂടിയാണ്. അതാ, LDFന് അനുകൂലമായ തരംഗമുണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പോലും കോട്ടയം ജില്ലയെ സംബന്ധിച്ച് കോട്ടയത്ത് നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് കരുതപ്പെടുന്ന കേരള കോൺഗ്രസ് എം LDFൽ എത്തിയിട്ട് പോലും അവിടെ 2 സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിയും. ഇത്തവണത്തെ ഒരു LDF CPM ആയാലും CPM എങ്ങനെയാണ് കേരള കോൺഗ്രസ് എമ്മിനെ ഇപ്പോൾ കാണുന്നത്? അന്ന് ആകെ 15 സീറ്റായിരുന്നു
കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒരുമിച്ച് നിന്നപ്പോൾ UDF-ൽ കിട്ടിയെങ്കിൽ 13 സീറ്റ് കൊടുക്കാമെന്ന് പറയും. അവസാനം ഒരു സീറ്റ് എടുത്ത് 12 സീറ്റ് ഒക്കെ കൊടുത്ത് വലിയ വിഹിതമൊക്കെ കൊടുത്ത് സ്വീകരിച്ചാണ്. പക്ഷേ കേരള കോൺഗ്രസിലെ ജോസ് കെ മാണി തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നിലേറെ 3 സീറ്റ് വരെ കിട്ടാൻ അർഹതയുണ്ട് എന്നൊക്കെ പരസ്യമായി പറഞ്ഞെങ്കിലും ഒറ്റ സീറ്റിലേക്ക് അവരുടെ ലോക്സഭയിലേക്ക് ഒരു സീറ്റ് മാത്രമാണ് LDF നൽകിയത് എന്ന് ഓർക്കണം. ആ പഴയ പരിഗണന എന്തായാലും ഇപ്പോൾ LDF-ലായാലും കേരള കോൺഗ്രസിന്റെ ശക്തിയെ കുറിച്ച് LDF-ന് കൂടി കുറെ കൂടി ഇപ്പോൾ മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപക്ഷെ തിരികെ UDF-ലേക്ക് എത്തുമോ എന്ന് പോലും ചർച്ചകൾ അന്തരീക്ഷത്തിലേക്ക് വന്നിരുന്നു. അങ്ങനെയൊക്കെ വന്നെങ്കിലും സ്വാഭാവികമായി ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അവർക്കൊരു മന്ത്രിസ്ഥാനമുണ്ട്, അധികാരത്തിൽ നിൽക്കുന്ന സ്ഥാനമാണ്. ഇനി 3 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ലക്ഷ്യമിട്ട് കേരള കോൺഗ്രസിന്റെ എല്ലാ ചാട്ടവും നമുക്കറിയാമല്ലോ. അവര് ഇരിക്കാവുന്ന മുന്നണിയിൽ അവസാനം വരെ ഇരുന്നിട്ട് ഏറ്റവും അവസാന ദിവസം വരെയും ഇരിക്കാൻ കഴിയുന്നിടത്തോളം ഇരുന്നിട്ട് ഏറ്റവും അവസാന സമയത്ത് മാത്രം ചാടുക എന്നുള്ളതാണ്. അല്ലാതെ അധികാരം കണ്ട് മുൻകൂട്ടി ഒരു വർഷം മുമ്പൊന്നും ചാടുന്ന രീതിയൊന്നും എന്തായാലും കേരള കോൺഗ്രസുകൾക്ക് തൽക്കാലമില്ല. നമുക്കിനി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനങ്ങൾ കൂടി വളരെ പെട്ടെന്ന് വിലയിരുത്തി പോകാം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയായിരുന്നു UDF-ന്റെ സ്ഥാനാർത്ഥി. LDF-ന്റെ സ്ഥാനാർത്ഥി സുരേഷ് കുറുപ്പ്, NDA സ്ഥാനാർത്ഥി നാരായണൻ നമ്പൂതിരി. 71,000 വോട്ടിന്റെ ഭൂരിപക്ഷം ആണ് ആ തെരഞ്ഞെടുപ്പിൽ നേടിയത്. മാത്രമല്ല ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 50%-ലധികം UDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെയും പ്രകടനം മെച്ചപ്പെടുത്താൻ കേരള കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ്. ജോസ് കെ മാണിയുടെ വോട്ട് ശതമാനം എന്നത് 50.96%, നേരിയ ഉയർച്ചയാണ് സംഭവിച്ചത്. മാത്യു ടി തോമസിന് 36% എന്ന നിലയിലേക്ക് വോട്ട് ശതമാനം കുറഞ്ഞു. NDA-യുടെ സ്ഥാനാർത്ഥി നോബിൾ മാത്യു ആയിരുന്നു. കേവലം 44,357 വോട്ടുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. ജോസ് കെ മാണിയുടെ ഭൂരിപക്ഷം കൂടുന്നു. അവിടെ നിന്ന് ഇനി 2019 എത്തുമ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ വരുന്നു. അവിടെ വോട്ട് ശതമാനത്തിൽ കുറവുണ്ടായി. അതായത് 46% വോട്ട് ആണ് നേടാൻ സാധിച്ചത്. LDF-ന്റെ VN വാസവന് 34% വോട്ട് കുറഞ്ഞു. വലിയ മാറ്റമുണ്ടാക്കിയത് PC തോമസ് ആയിരുന്നു. സാധാരണ നിലയിൽ 5%-ഉം 4%-ഉം ഒക്കെ ആയിരുന്നു വോട്ട്, 17%-ലേക്ക് ഉയർത്തി. പക്ഷേ ഭൂരിപക്ഷം, അതായത് LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും തമ്മിലുള്ള അന്തരം 1,00,000-ന് മുകളിൽ ആയിരുന്നു. കിരൺ, ഈ പാറ്റേണിൽ ഇനി എന്തു മാറ്റം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അവിടെ തന്നെയാണ് അഭിലാഷ് ഏറ്റവും പ്രധാനം. ഈ മണ്ഡലത്തിന്റെ ആകെ ചരിത്രം പരിശോധിക്കുമ്പോൾ UDF-നാണ് ഈ കോട്ടയം മണ്ഡലത്തിൽ എല്ലാ കാലത്തും വലിയ നേട്ടം ഉണ്ടായിട്ടുള്ളത്. LDF-നെ സംബന്ധിച്ച് അത്തരത്തിലേക്ക് നേട്ടം ഉണ്ടായത് വളരെ കുറഞ്ഞ തവണ മാത്രമാണ്. ഈ തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, കഴിഞ്ഞ തവണ പരസ്പരം മത്സരിച്ച രണ്ടുപേർ VN വാസവനും അതോടൊപ്പം തന്നെ തോമസ് ചാഴികാടനും, ഇവർ രണ്ടുപേരിൽ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രത്യേകതയുണ്ട്. VN വാസവനാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചുമതലക്കാരനായി നിൽക്കുന്നു, തോമസ് ചാഴികാടനെ മത്സരിക്കുന്നു. ഈ കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ വിജയകരമായതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കാര്യമായ വിജയം ഉണ്ടാക്കാൻ കഴിയാതെ പോയതുമായ ഈ കോമ്പിനേഷൻ എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത്? ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ത് മാറ്റം ഇവിടെ ഉണ്ടാകുന്നു? കേരള കോൺഗ്രസും CPM-ഉം തമ്മിൽ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ പ്രാദേശികമായിട്ടുണ്ട് എങ്കിൽ പോലും CPM-ന്റെ ഒരു സംഘടനാ സംവിധാനം വെച്ച് ആ തർക്കങ്ങളൊന്നും വോട്ട് ചോർച്ചയിലേക്കോ അല്ലെങ്കിൽ പരസ്പരം കാലുവാരുന്ന അവസ്ഥയിലേക്കൊന്നും പോകാനുള്ള സാധ്യത കുറവാണ്. കോൺഗ്രസ് എല്ലാ കാലത്തും നേരിട്ടിരുന്ന വലിയ വെല്ലുവിളി അത് തന്നെയാണ്. UDF നേരിടുന്ന വെല്ലുവിളിയാണ് പരസ്പരം കാലുവാരുന്ന. കേരള കോൺഗ്രസ് എമ്മും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുമ്പോഴും കോൺഗ്രസുകാരും കേരള കോൺഗ്രസ് എമ്മും പരസ്പരം കാലുവാരുമായിരുന്നു. ഇത്തവണ പക്ഷേ UDF-നും ആ തരത്തിലേക്ക് ഒരു കാര്യമായ വെല്ലുവിളി ഇല്ല എന്ന് പറയാനുള്ള കാരണം, UDF-ന്റെ കോട്ടയം ജില്ലയിലെ UDF-നെ സംബന്ധിച്ച് ഒരു തരത്തിൽ ചിലരൊക്കെ പറഞ്ഞിരുന്നു ഇത്തവണ കൂടി കേരള കോൺഗ്രസ് തോറ്റാൽ അടുത്ത തവണ സീറ്റ് എടുക്കാമല്ലോ. പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ്സുകാർക്ക് അവിടെ കഴിഞ്ഞ തവണ ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ നിന്ന് അവസാനം ഞങ്ങളെ ചതിച്ചുപോയി എന്നൊക്കെയാണ് ഇവരുടെ കോൺഗ്രസിന്റെ വെർഷൻ. അങ്ങനെയല്ല, ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയതാണെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വെർഷൻ. എന്തായാലും ഇവർ തമ്മിൽ, കേരള കോൺഗ്രസ് എമ്മും കോൺഗ്രസും തമ്മിലാണ് അവിടെ ഏറ്റവും വലിയ തർക്കം. അതിൽ ജോസഫും മാണിയും തമ്മിലുള്ള തർക്കത്തെക്കാൾ വലിയ തർക്കം നിൽക്കുന്നത് കേരള കോൺഗ്രസ് എമ്മും കോൺഗ്രസ് തമ്മിലുള്ള തർക്കമാണ്. ആ വൈരാഗ്യത്തിൽ അല്ലെങ്കിൽ ആ പരസ്പര പോരാട്ടത്തിൽ ആരുടെ പക്ഷം ജയിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി. അതാണ് കോട്ടയം മണ്ഡലത്തിന്റെ രാഷ്ട്രീയം. പക്ഷേ കോട്ടയം മണ്ഡലത്തിലെ കൗതുകം എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴികാടൻ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. തോമസ് ചാഴിക്കാടന് വേണ്ടി പോസ്റ്ററുകൾ ഒട്ടിച്ച് നടന്നവർ, അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട് നടന്നവർ ഒക്കെ ഇത്തവണ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് രംഗത്തിറങ്ങിയത്. അതേസമയം തോമസ് ചാഴിക്കാടനെ എതിരെ പ്രവർത്തിച്ചവർ, പ്രത്യേകിച്ച് ചാഴിക്കാടന്റെ കുറ്റവും കുറവും പോരായ്മകളും ഒക്കെ ഉയർത്തി കാണിച്ചവർ ഇത്തവണ ചാഴിക്കാടനു വേണ്ടി സ്തുതിഗീതങ്ങളുമായി ഓരോ വീടുകളും കയറിയിറങ്ങും എന്നതാണ് ഏറ്റവും കൗതുകകരം. അങ്ങനെ ഉള്ള ഒരു രസക്കാഴ്ച കൂടി ആസ്വദിക്കാൻ കോട്ടയം മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഇത്തവണ സാധിക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ ചിത്രവുമായി തിരികെ എത്താം. ദ ഇലക്ഷൻ ചാനൽ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.
പരിപാടി നിങ്ങളുകളും